പിണക്കത്തിലായി മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുടെ പ്രീതി എങ്ങനെയാ നമുക്ക് ലഭിക്കുന്നത്? അങ്ങനെ പിണക്കത്തിൽ മരണപ്പെട്ടു പോയാൽ നമ്മുടെ പരലോകം മോശമാണ്. ഇനി ആ പിണക്കത്തിലായ ഉപ്പയുടെ തൃപ്തി നേടാൻ, അല്ലെങ്കിൽ പിണക്കത്തിലായ ഉമ്മയുടെ തൃപ്തി നേടാൻ, നമ്മുടെ അമ്മോശന്റെ തൃപ്തി നേടാൻ, അമ്മായി ഉമ്മയുടെ തൃപ്തി നേടാൻ എന്ത് ചെയ്യണമെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നൊരു ഹദീസുണ്ട്. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മാതാപിതാക്കളെ കുറിച്ച് ചോദിക്കുകയാണ്. ഒരാൾ വന്ന് ചോദിക്കുകയാണ്, നബിയേ, ഇന്നൽ വാലിദ മാത, എന്റെ പിതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ട് നബിയേ, എന്റെ ഉമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. എങ്ങനെയാ മരണപ്പെട്ടത്? സാഹിത്തൈൻ, എന്നോട് ദേശത്തിലാണ്, അല്ലെങ്കിൽ ഞാൻ ഉപ്പയോട് പിണക്കത്തിലാണ്, പിണക്കത്തിലായ രൂപത്തിലാണ് എന്റെ ഉമ്മ മരണപ്പെട്ടു പോയത് നബിയെ. എന്റെ ഉമ്മയുടെ തൃപ്തിയില്ലാതെയാണ് മരണപ്പെട്ടു പോയത് നബിയെ. എന്റെ ഉപ്പ മരണപ്പെട്ടു പോയത് തൃപ്തിയില്ലാതെയാണ് നബിയെ. അതുകൊണ്ട് നബിയെ, ഹൽ യുംകിനു അൻ യുർദിഹുമാ ബഅദ വഫാതിഹിമാ, അവർ രണ്ടുപേരും മരണപ്പെട്ടു പോയിന്ന് ആ ഖബറിലാണ്. ആ മീസാൻ കല്ലിന്റെ താഴെയുള്ള മൂട് കല്ലിന്റെ താഴെയാണ് ഉപ്പയുള്ളത്. അവിടെ കൂരിരുട്ടിലാണ്. എനിക്ക് അപ്പോൾ ബോധം വന്നില്ല നബിയേ, എന്റെ ഉപ്പയും ഞാനും പിണക്കത്തിലായിട്ടാണ് വഫാത്തായത്, മരണപ്പെട്ടത് പോയി നബിയേ. ആ സമയത്ത് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മോനെ, നീ നിന്റെ ഉപ്പയുടെ തൃപ്തി നേടാൻ, നിന്റെ ഉമ്മയുടെ തൃപ്തി നേടാൻ നീ 3 കാര്യം ചെയ്യണം മോനെ. 3 കാര്യം നേടണം. 3 കാര്യം നീ നേടിയെടുത്താൽ, 3 കാര്യം നീ സമ്പാദിച്ചാൽ നിന്റെ ഉപ്പയുടെ തൃപ്തി നേടാം. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവ്വലുഹാ അൻ യകൂന സ്വാലിഹാ. ഒന്നാമതായി മോനോട് നബി പറയുന്നത്, നിന്റെ ഉപ്പയും ഉമ്മയും നിന്റെ പിണക്കത്തിലാണ്, അല്ലെങ്കിൽ പിണക്കത്തിലായിട്ടാണ് മരണപ്പെട്ടു പോയത്. എന്നാൽ നിന്റെ ഉപ്പയുടെ തൃപ്തി നേടാൻ അയ്യകൂന സ്വാലിഹാ, മോനെ, നീ ഒന്നാമതായി ചെയ്യേണ്ടത്, നീ ആദ്യമായി ചെയ്യേണ്ടത് അയ്യകൂന സ്വാലിഹാ, നീ നല്ല മനുഷ്യനാവലാണ്. നല്ല മനുഷ്യനാവലാണ്. ഒന്നാമതായി നീ ചെയ്യേണ്ടത് നിന്റെ ഉപ്പയുടെ പ്രീതി നേടാൻ, നീ ഉപ്പയുടെ പ്രീതി നേടാൻ ഒന്നാമതായി ചെയ്യേണ്ടത് നീ അയ്യകൂന സ്വാലിഹ, നീ നല്ല ഒരു മനുഷ്യനാവലാണ്. അള്ളാഹുവിനെ ഭയപ്പെട്ട്, റസൂലിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന അള്ളാഹുവിന്റെ യഥാർത്ഥ മുത്തഖിയായ ഒരു മനുഷ്യനാവലാണ്. എന്നാൽ നിന്റെ ഉപ്പയുടെ മരണപ്പെട്ടു പോയ ഉപ്പയുടെ പ്രീതി നിനക്ക് നേടാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ ഉപ്പയും ഉമ്മയും നമ്മോട് ദേഷ്യപ്പെട്ടുകൊണ്ടാണോ മരണപ്പെട്ടു പോയതെങ്കിൽ നമ്മൾ അവരുടെ പൊരുത്തം നേടാൻ ഇനി നമുക്ക് നേടാൻ കഴിയുന്നത് നമ്മൾ നല്ല മനുഷ്യനാവലാണ്. മാത്രമല്ല, രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അയ്യസ്വില ഖറാബതഹുമാ വഅസ്തിഖാഅഹുമാ,
നിന്റെ മാതാപിതാക്കളുടെ കുടുംബമുണ്ടല്ലോ, നിന്റെ മാതാപിതാക്കളുടെ കുടുംബമുണ്ടല്ലോ, അതുപോലെ അവരുടെ കൂട്ടുകാരുണ്ടല്ലോ, അവരോട് നല്ല നിലയിൽ നീ പെരുമാറണം, അവരോട് കുടുംബബന്ധം ചേർക്കണേ. രണ്ടാമതായി പറഞ്ഞത്, ഉപ്പയോട് പിണക്കത്തിലാണ് നിനക്ക് മരിക്കാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ ഉമ്മയോട് പിണക്കത്തിലാണ് മരിക്കാൻ കഴിഞ്ഞത്, അവരുടെ പ്രീതി നിനക്ക് നേടാൻ, അവരുടെ ഇഷ്ടം നിനക്ക് നേടാൻ നീ ചെയ്യേണ്ടത് എന്താണ്? നീ ചെയ്യേണ്ടത് അവരുടെ കുടുംബബന്ധം ചേർക്കലാണ്, അവരുടെ കൂട്ടുകാരുടെ കുടുംബബന്ധം ചേർക്കലാണ്. രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, മാതാപിതാക്കൾ പിണക്കത്തിലായി മരണപ്പെട്ടു പോയാൽ ഒന്നാമതായി നീ സ്വാലിഹായ മനുഷ്യനാവുക. രണ്ടാമത്, നിന്റെ മാതാപിതാക്കളുടെ കുടുംബത്തിനോട് അവരുടെ കൂട്ടുകാരോട് നല്ല നിലയിൽ പെരുമാറലാണ്, കുടുംബബന്ധം ചേർക്കലാണ്. മാത്രമല്ല, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൂന്നാമത്തെ കാര്യം പറയുന്നു, അയ്യസ്തഗ്ഫിറ ലഹുമാ വയദൂ ലഹുമാ. നിന്റെ മാതാപിതാക്കൾക്ക് നീ ദേഷ്യപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ തൃപ്തിയില്ലാതെ, അവരുടെ മനപ്പൊരുത്തമില്ലാതെ നീ അവരിവിടെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും, ഇഷ്ടമില്ലാത്ത രൂപത്തിലാണ് മരണപ്പെട്ടു പോയതെങ്കിൽ, നീ അവരുടെ പൊരുത്തം നേടാൻ മൂന്നാമതായി ചെയ്യേണ്ടത് വഅയസ്തഗ്ഫിറ ലഹുമാ, അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടലാണ്, അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുക. വയദൂ ലഹുമാ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ്. നമ്മൾ 5 വക്ത് നിസ്കാരം കഴിഞ്ഞാലും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും, നമ്മുടെ എല്ലാ മേഖലകളിലും, നമ്മുടെ ബിസിനസിന്റെ കാര്യം നമ്മൾ ദുആ ചെയ്യാറുണ്ട്. മജ്ലിസുൻ നൂറിന്റെ വേദികളിൽ, സലാത്തിന്റെ വേദികളിൽ, അതുപോലെ ദുആ മജ്ലിസുകളിലൊക്കെ നമ്മുടെ ശരീരത്തിന് വേണ്ടി, നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി, നമ്മുടെ ഈമാനിന് വേണ്ടി, നമ്മുടെ ബിസിനസിന് വേണ്ടി എല്ലാം നമ്മൾ അല്ലാഹുവിനോട് കരഞ്ഞു പറഞ്ഞു ദുആ ചെയ്യുന്നവരാണ്. പക്ഷേ ഈ സമയത്ത് നീ അവർക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. 3 കാര്യങ്ങൾ. നമ്മുടെ മാതാപിതാക്കൾ തൃപ്തിയില്ലാതെയാണ് മരണപ്പെട്ടു പോയതെങ്കിലും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചില്ലേ? ആ ചോദ്യത്തിന് 3 മറുപടി പറഞ്ഞതെന്താ? അയ്യകൂന സ്വാലിഹാ, നീ ഒന്നാമതായി സ്വാലിഹായ മനുഷ്യനാവുക. രണ്ടാമതായി അവിടെ കൂട്ടുകാരെ, കുടുംബത്തിനോടുള്ള കുടുംബബന്ധം ചേർക്കുക. മൂന്നാമതായി പറഞ്ഞത് അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലണേ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ മാതാപിതാക്കളുടെ പൊരുത്തമാണ് നമ്മുടെ ജീവിതത്തിന്റെ മുഖ്യ പ്രാധാന്യം. നമ്മുടെ മാതാപിതാക്കളുടെ പൊരുത്തമാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെ തൃപ്തിയല്ല, അല്ലെങ്കിൽ പണക്കാരന്റെ തൃപ്തിയല്ല, അല്ലെങ്കിൽ ഭംഗിയുള്ളവന്റെ തൃപ്തിയല്ല നമ്മൾ നേടിയെടുക്കേണ്ടത്. നമ്മൾ ആദ്യമായി നേടിയെടുക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും മാതാപിതാക്കളുടെ പൊരുത്തമാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അങ്ങനെയുള്ള ഒരു കൂട്ടുകുടുംബമാണ്, അങ്ങനെയുള്ള ഒരു കുടുംബ ജീവിതമാണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാവേണ്ടത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ,